ഹായ് ഫ്രണ്ട്സ്, ഇതുപോലൊരു കയറുണ്ടെങ്കിൽ എത്ര ചെറിയ അടുക്കളയാണെങ്കിലും നമുക്കൊരു കൊട്ടാരം പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഒതുക്കി വെക്കാൻ അലമാരയിൽ സ്ഥലമില്ല എന്നുള്ള പരാതി ഇനി ഉണ്ടാവില്ല കേട്ടോ. അതിനായിട്ടുള്ള കുറച്ച് സൂത്രങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുപോലുള്ള ചകിരിയുടെ കയറാണ് കേട്ടോ എടുത്തുള്ളത്. അപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ റൗണ്ടായിട്ട് നമ്മളിതിനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വിട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൂചി നൂല് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം എല്ലാതും അത് വിട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ലെയറും നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലൂടെ ഒന്ന് അതുപോലെ ഒന്ന് സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സേഫ് ആയിട്ടിരിക്കുമ്പോൾ ഒട്ടും തന്നെ അഴിഞ്ഞു വരാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ ചൂടുള്ള ടീ കപ്പ് വെക്കാനും ഇനി നമ്മൾ ഇത് കുറച്ച് വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് ടേബിളിൽ ഇതുപോലെ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു 4-5 കൊത്തവര എടുത്തിട്ടുണ്ട്. ഈ കൊത്തവര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊത്തവര ചെറിയ ചെറിയ പീസുകളായിട്ട് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഏകദേശം 2 ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു പകുതി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം നമ്മൾ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഏജുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കയ്യിനും കാലിനൊക്കെ ഒരു തരിപ്പ് വരാറില്ലേ, ആ തരിപ്പ് നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. എത്ര മെഡിസിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്, ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ കമ്പിയാണ്. അതിൻ്റെ പുറമെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് നമുക്കിത് ഈ ഒരു രണ്ടറ്റവും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഒരു ഒന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൊളുത്ത് പോലെ കിട്ടും. അതങ്ങനെ രണ്ടും കൂടി ഇട്ട് ജോയിൻ ആക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വളച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒന്നൊന്നിനോട് ജോയിൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പല പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ടൊന്ന് എന്താ സൂക്ഷിക്കുന്നതിന് വേണ്ടി നല്ല ഹാങ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തുള്ള കമ്പി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചകിരിയുടെ കയറാണ് കേട്ടോ. അതായിരിക്കും നമുക്ക് എപ്പോഴും ഒരു ഗ്രിപ്പ് കിട്ടുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കയറാണ് നമുക്ക് ഇനി വേണ്ടത്. ഇതുപോലുള്ള കയർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കയർ റഫായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഈസി ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി അതിനൊന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഒന്ന് വെറുതെ ഒന്ന് മുക്കിയെടുക്കുന്ന സമയത്തിന് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മയപ്പെട്ടിട്ടുണ്ടാവും. ആ കയറിന്ന് ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് ഒരേ നീളത്തിൽ 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് കമ്പി വളച്ച് വെച്ചിട്ടില്ലേ, ആ വളച്ച് വെച്ചിട്ടുള്ള കമ്പിയിലേക്കാണ് ഓരോ ഭാഗത്തും നമ്മളിപ്പോൾ 2 ഭാഗമുണ്ടല്ലോ അതിലൊരു ഭാഗത്തും എന്താ ഈ ഒരു കയറ് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കയർ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ 2 സൈഡിലേക്കായിട്ട് അതിൻ്റെ ബാക്കിയുള്ള തുമ്പ് കയറുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം 2 സൈഡിലും ഉണ്ടല്ലോ, എന്നിട്ട് ആ ഒരു എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ഇതുപോലുള്ള കയർ എല്ലാം ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് മേലെ ഒരു ഹുക്ക് മാതിരി വരുന്നതിന് രീതിയിൽ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് ഏത് സൈസിലുള്ള പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒട്ടും തന്നെ അത് താഴത്ത് വീഴാതെ നമുക്ക് സേഫ് ആയിട്ടിരിക്കും. നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ ഒരു കമ്പി എടുത്തിട്ട് ഞാനത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ 2 അറ്റത്തിലും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊരു കുളത്ത് പോലെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒന്ന് കുളത്തി കൊടുത്താൽ ആ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ റിങ്ങിന് ചുറ്റും നമുക്ക് ചകിരിയുടെ ആ ഒരു കയറ് ചുറ്റി കൊടുക്കണം. ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ റിങ്ങിന് നല്ല ഗ്രിപ്പ് കിട്ടുന്നതാണ്. ആ റിങ്ങിന് ചുറ്റും ഇതുപോലെ ആ കയറൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്ത് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചുറ്റണം കേട്ടോ. ലൂസായാൽ പെട്ടെന്ന് അഴിഞ്ഞ് വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കെട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും ആ കയർ ഇതുപോലെ ഒന്ന് ചുറ്റി എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് അത് വേണമെങ്കിൽ ഒരു കമ്പിയോ ഒരു ത്രെഡോ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് സേഫായിട്ട് വെക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു റിങ് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കയറ് ചുറ്റിയെടുത്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 4 പീസ് കയറ് വേണം കേട്ടോ.
അപ്പോൾ ഈ 4 പീസ് കയറും ഒരേ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 പീസിനെയും നമ്മൾ ഈ ഒരു റിങ്ങിലേക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 പീസും 4 ഭാഗത്തേക്ക് വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സേഫായിട്ട് നിൽക്കും കേട്ടോ. ഇത് പഴയ കാലത്തെ തറവാടുകളിലും വീടുകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഉറി എന്ന് പറയാറുണ്ട്. നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫുഡൊക്കെ സേഫായിട്ട് നമ്മൾ പൂച്ചയോ മറ്റ് ഇതൊന്നും തട്ടി മറിക്കാതെ നമ്മൾ കുറച്ച് ഹൈറ്റിലാക്കിയിട്ട് ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഉറി. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇത് പഴയ കാലത്തെ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് 4 സൈഡിലേക്കും ഈ ഒരു കയറ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് ഈ ഒരു സൈഡിലുള്ള എല്ലാ കയറുകളും നമുക്ക് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അതൊന്ന് എല്ലാം കൂടി ഒന്ന് വിട്ട് വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കിത് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിങ് പോലെ ആക്കി എടുക്കും വേണം. അപ്പോൾ ഒപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ നമുക്ക് ആണിയിലോ അല്ലെങ്കിൽ കുളത്തിലൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം ഇതുപോലെ കമ്പിയിട്ടിട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ള നമുക്ക് സാധാരണ കുക്ക് ചെയ്ത പാത്രങ്ങൾ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്തിട്ടുള്ള ചട്ടി, ചെമ്പ് അങ്ങനത്തതൊക്കെ ഇതുപോലെ വെക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള മീൻ കറിയാണെങ്കിലും കറിയാണെന്നുണ്ടെങ്കിലും മാവ് ഇതൊക്കെ നമുക്ക് എന്താ പൂച്ച തട്ടാതെയും അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ സേഫായിട്ടിരിക്കാനൊക്കെ വെക്കാവുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്തിട്ട ഫുഡുകൾ മാത്രമാണ് ഇതുപോലെ വെക്കാമെന്നില്ല. നമുക്ക് അടുക്കളയിൽ ആവശ്യമുള്ള ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ അടുക്കളയിൽ ഇതില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചകിരിയുടെ കയറെടുക്കുന്ന സമയത്ത് നനയ്ക്കണമെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പം നനച്ചെടുത്തിട്ടുള്ള കയറാണ് കേട്ടോ. അപ്പോൾ ഈ കയറ് നമുക്ക് എത്രത്തോളം നീളം വേണം അതിനനുസരിച്ച് നീളത്തിൽ ഞാൻ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസും ഒരേ നീളമാണ്. എന്നിട്ട് രണ്ടും കൂടി അതിൻ്റെ തുമ്പ് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഒരു ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഹാങ് ചെയ്യാനുള്ളൊരു ചെറിയ റിങ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ടൈറ്റ് ചെയ്ത് കെട്ടി സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഉണ്ടാവും. 2 പീസാണ്. എന്നിട്ട് ഇതുപോലത്തെ ഒരു മൾട്ടി വുഡാണ് എടുത്തിട്ടുള്ളത്. മൾട്ടി വുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മരത്തിൻ്റെ ഇതുപോലത്തെ പീസ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ ഇത് ഒരു ഊഞ്ഞാലിൻ്റെ ഒരു പോലെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു വുഡ്. ഇതിന് പകരം നിങ്ങൾക്ക് മരത്തിൻ്റെ ഇതുപോലത്തെ നീളത്തിലുള്ള പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു ഒറ്റ ആണിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 2 ആണിയിലാക്കിയിട്ട് 2 സൈഡിലായിട്ട് ഇതുപോലെ കയറ് വെച്ചിട്ട് കെട്ടി കഴിഞ്ഞാലും നല്ല സേഫായിട്ടിരിക്കുന്നതാണ്. നമുക്ക് കിച്ചണിൽ ആണെങ്കിൽ കിച്ചണിലുള്ള തിങ്സ് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുണികളും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ മനോധർമ്മം പോലെ നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ വെക്കാൻ സാധിക്കുന്നത് അതൊക്കെ അതിനുള്ളൊരു നല്ലൊരു സ്പേസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.